കൊല കഴിഞ്ഞ് പലവണം ഞാനിവൻ ആരാടി? നല്ലവനെ ചീത്തയോ? ശിവകുട്ടൻ പറഞ്ഞ് ശരിയല്ലേ? അവൻ നിന്നെ പഴപ്പിക്കാൻ വന്നവനല്ലേ? ആ കണ്ണീലാണ് നീ കല്ല് വെച്ച് പ്രതീക്ഷിച്ചല്ലേ? അവന്റെ ഓർമ്മ പോലെ നീ ദേശത്തുണ്ടാവില്ല. അവന്റെ കൊട്ടയെ കത്തിച്ച് ഭസ്മാക്കിണ്ട് ഞാൻ. ഇല്ല, ഞാൻ വിശ്വസിക്കില്ല. വിശ്വസിക്കില്ലടി. നിന്റെ തല നടക്കുമ്പോ സത്യടുത്ത് കയറൂടി. വേണ്ട, ഇനി നിന്റെ മനസ്സിൽ നിന്ന് ഓർമ്മകൾ അടിച്ചു കഴിഞ്ഞ് പടിയടച്ച് പിണ്ടം വെച്ചോ. ഇന്ന് രാത്രി ഞാനൊരു വാക്കത്തി പണിയാ. ഈ മണ്ണിൽ ഞമ്മ കാലുകുത്തിയ അവന്റെ കഴുത്ത് വെട്ടാൻ. ഞാൻ കേട്ടതൊക്കെ നേരാണോ? പറയാൻ. അതെ, എല്ലാം നേരായിരുന്നു. ചതിക്കായിരുന്നില്ലേ? അന്ന് നിന്നെ ആര് ചവിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ആശിച്ചു പോവാ. നീ പൂടി വാരി എറിഞ്ഞത് അവന്റെ നെഞ്ചിലാ. ആ നെഞ്ചിൽ സൂക്ഷിച്ച നിധിയായത് നിന്നെ ആദ്യമായി കണ്ടപ്പോ നീ വലിച്ചെറിഞ്ഞിട്ട് പോയ കാപ്പിക്കുരുമാല. അവൾ ആരാണെന്നല്ലേ? ഒരേ ചോരയിൽ പിറന്ന സ്വന്തം കൂടപ്പറപ്പായവള് പങ്കജം. നീ അന്ന് ചോദിച്ച ആ കത്തിലെ അവൾ. പഠിക്കാൻ വളരെ മിടുക്കിയായിരുന്നു അവള്. മെറിറ്റിൽ അഡ്മിഷൻ കിട്ടിയ അവളെ അച്ഛൻ മെഡിക്കൽ കോളേജിൽ ചേർത്തു. മൈസൂരിലെ വെറും ഒരു C ക്ലാസ് തിയേറ്റർ ഓപ്പറേറ്റർക്ക് സ്വപ്നം കാണാവുന്നതിലപ്പുറമായിരുന്നു ചന്ദ്രേട്ടന്റെ മോഹം. കിടപ്പാടം വരെ വിറ്റ് ഒരു വർഷം അവളെ പഠിപ്പിച്ചു. ഏത് പാതിരാക്കും ആർക്കൊരാവശ്യം വന്നാലും അവിടെ ഓടിയെത്തും ചന്ദ്രേട്ടൻ. താൻ വിശ്വസിച്ചിരുന്ന മൂല്യങ്ങൾക്ക് വേണ്ടി കക്ഷി രാഷ്ട്രീയമില്ലാതെ ചന്ദ്രേട്ടൻ പ്രതികരിക്കുമായിരുന്നു. ഒരിക്കൽ സിദ്ധാപൂരിലുണ്ടായ വിഷമദ്യ ദുരന്തത്തിന്റെ കാരണക്കാരായവരെ വിളിച്ചു കൊണ്ടുവരാൻ ഭ്രാന്ത് പിടിച്ചു നടന്ന ചന്ദ്രേട്ടൻ ആപത്തിലേക്ക് കടന്നു ചെല്ലുകയായിരുന്നു. ಬಂದ್ಬಿಟ್ಟ ಸಮಾಜ ಸೇವಕರು ಅಂದ್ಬಿಟ್ಟು ನ್ಯಾಯ ಕೇಳಕ್ ಬಂದ್ಬಿಟ್ರು. ಚಾರ್ಜ್ ಒದ್ರೆ ನೋಡು ಸರ್, ಇದಕ್ಕೆ ಸರಿಯಾಗಿ ಉತ್ತರ ಸಿಗೋ ತನಕ ಈ ಚಂದ್ರ ನೀ ಜಾಗ ಬಿಟ್ಟು ಹೋಗೋ ಪ್ರಶ್ನೆನೇ ಇಲ್ಲ. ನೀವ್ ಯಾರ ಧೈರ್ಯದ ಮೇಲೆ ಹೀಗೆಲ್ಲ ಆಡ್ತಿದ್ರ ಅಂತ ನನಗೆ ಗೊತ್ತು. ഡിസ്ലേറിയുടെ ഉടമസ്ഥന് രാഷ്ട്രീയ സ്വാധീനം ഉണ്ടായിട്ടും ചന്ദ്രേട്ടന്റെ മുമ്പിൽ അവരൊന്ന് പതറി. ತಾಳ್ಮೆಯಿಂದ ಸ್ವಲ್ಪ ಎಲ್ಲಾನು ತಾಳ್ಮೆಯಿಂದ ಇರಿ. ನಾನ್ ಹಾರಾಡೋದು ನಿಲ್ಸಿದ್ರು ನಷ್ಟಪಟ್ಟವ್ರ ದುಃಖ ಕಡಿಮೆ ಆಗಲ್ಲ ಸರ್. ಈ ಡಿಸ್ಟಿಲರಿಗೆ ಬಿನಾಮಿ ನೀವೇ ಅಂತ ಈ ಸಿದ್ದಾಪುರದ ಗೋಡೆಗಳಲ್ಲೆಲ್ಲ ಪೋಸ್ಟರ್ ಅಂಟಿಸಿದ್ದಾನೆ ಸರ್. ಅವನಿಗೆ ಮೊದಲೇ ಮೂಳೆಗೆಟ್ಟಿ ಈಗ ಇನ್ನೂ ಕೇಳಲೇಬೇಕಾಗಿಲ್ಲ. ಆಚೆ ಬೆಳೆಸೋಕೆ ಮೂಳೆ ಬೇಕಾಗಿರ್ತ. ಆ ಮೂಳೆ ಯಾಕೆ ಇವನಿಂದ ತೆಗೆ ಬರದೆ? കൊല കഴിഞ്ഞ് 4-ാം പക്കം അത് ജയിച്ചതാരാണെന്ന് അറിഞ്ഞു. രാഷ്ട്രീയ സ്വാധീനമുള്ളവന്റെ പിറകെ പോലീസ് അനങ്ങില്ലല്ലോ. അവന്റെ ജീവന്റെ ജീവനായിരുന്ന അച്ഛനെ കൊന്നവനെ തേടി രാവും പകലും നടന്നുവൻ.
എന്റെ അച്ഛൻ ഒരുപാട് മോഹങ്ങളുണ്ടായിരുന്നു എന്ന് എനിക്കറിയാം. എല്ലാം നശിച്ചു വെച്ച ഞാൻ എന്തിനീ വെള്ളിത്തിരയിലെ വർണ്ണങ്ങളെ സ്നേഹിച്ചു? എന്റെ സ്വപ്നങ്ങളെല്ലാം തടഞ്ഞില്ലേ അമ്മ? ആദ്യം ജീവപര്യന്തമായിരുന്നു. പിന്നീട് കോടതി അത് 5 വർഷമായി കുറച്ചു. അച്ഛന്റെ മരണത്തിന് ശേഷം പെങ്ങടെ പഠിപ്പ് ഉള്ളതെല്ലാം വിറ്റ് അമ്മ 2 വർഷം കൂടെ തള്ളി നീക്കി. ഇനി മുന്നോട്ടൊരടി വെക്കാൻ ആരും സഹായിക്കാനില്ലാതെ പഠിത്തം നിന്നു പോകുമെന്ന അവസ്ഥയിൽ ഇരിക്കുമ്പോഴാണ് അമ്മയ്ക്ക് പക്ഷാഘാതം പിടിപെട്ടത്. പരോളിലിറങ്ങിയ അവൻ പിന്നീട് മടങ്ങിയില്ല. പൂട്ടിക്കിടന്നൊരു തിയേറ്റർ ഉടമയുടെ കയ്യിൽ നിന്നും ഒരു പ്രൊജക്ടർ വാടകയ്ക്കെടുത്ത് ഞങ്ങൾ ഈ പരിപാടിക്കിറങ്ങി. അവളെ പഠിപ്പിക്കാൻ കാശുണ്ടാക്കാൻ. ആ മനസ്സിൽ നിന്ന് നിന്നെ ചതിക്കാൻ ഒരു വാക്കുണ്ടാവും തോന്നുന്നുണ്ടോ തത്തെ? നാളെ അവൾക്ക് MBBS ഡിഗ്രി കിട്ടുന്ന ദിവസമാ. ആ വെള്ള കോട്ടിട്ട് നിൽക്കുന്നത് കാണാൻ മൈസൂർ മെഡിക്കൽ കോളേജിൽ അവൻ എന്തായാലും ഉണ്ടാവും. നമ്മുടെ കോളേജിൽ നിന്നും MBBS ഫൈനൽ ഇയർ എഴുതി യൂണിവേഴ്സിറ്റി തലത്തിൽ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ ഈ കോളേജിന്റെ തന്നെ അഭിമാനമായ ഡോക്ടർ പങ്കജ വല്ലിയെ ബെസ്റ്റ് സ്റ്റുഡന്റ് ഓഫ് ദി ഇയർ ആയി തെരഞ്ഞെടുത്തിരിക്കുന്നു. I'm extremely thankful to be conferred with this honor. Sir, I have an earnest request to you. Please. ഈ ദിവസത്തിന് വേണ്ടി കാത്തിരുന്ന 2 കണ്ണുകൾ അങ്ങ് ദൂരെ എന്നെ നോക്കി നിറഞ്ഞു നിൽക്കുന്നത് എനിക്ക് കാണാം. എൻ്റെ കൂടെ പിറന്ന സ്വന്തം ജ്യേഷ്ഠൻ. സാമ്പത്തിക ഞെരുക്കത്തിൽപ്പെട്ട് പഠിത്തം 1 ഇഞ്ച് പോലും മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ പകച്ചു നിന്നപ്പോൾ സ്വന്തം ജീവിതത്തെ തന്നെ അപായപ്പെടുത്തി എല്ലാ മോഹങ്ങളും സ്വപ്നങ്ങളും വിട്ടെറിഞ്ഞു എനിക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ട എൻ്റെ ഫലമാണ് ഈ വെള്ളക്കോട്ട്. ഈ തങ്കപ്പതക്കം ആ കയ്യിൽ നിന്ന് സ്വീകരിക്കാൻ എന്റെ മനസ്സാഗ്രഹിക്കുന്നു. What's his name? രഘുറാം. Mr. Raghuram, please come on stage. ഇക്കാലമത്രയും എനിക്ക് അയച്ചിരുന്ന പണത്തിൽ നിന്നും സ്വരുക്കൂട്ടി വാങ്ങിയ ഈ സമ്മാനം ഞാൻ ഈ സദസ്സിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തോട്ടെ? Sure, why not?
എന്റെ അപ്പനെ കൊന്നവനാണ് ഞാൻ കൊന്നത്. നിന്റെ പെങ്ങളെടുത്തിന്റെ ചങ്കിൽ വെച്ചന് എന്റെ തലയ്ക്കാ നീ വാക്കത്തി പണിത്. അപ്പൊ അവസാനം നീ വന്നു അല്ലേ? ഇങ്ങോട്ട് മാറി നിൽക്കണേ. നിന്നെ കോതമംഗലം നോക്കി ഒന്ന് തന്നാലുണ്ടല്ലോ. നീ ഇട്ടിയവരുടെ ഒരു മുഖം മാത്രമേ കണ്ടിട്ടുള്ളൂ, എന്റെ മറ്റേ മുഖം നീ കണ്ടിട്ടില്ലല്ലോ. നീ ചിരിക്ക കൊല്ലു ഞാൻ. കയ്യും കാലും പിടിച്ച് കരഞ്ഞു പറഞ്ഞിട്ടാ നിനക്ക് പരോള് തന്നത്. ആ ഇട്ടിയവരെ കിട്ടി തന്നെ നീ ഇരുട്ടടി തന്നാലടാ. എന്റെ പൊന്നിട്ടി സാറേ, എന്റെ പെങ്ങടെ നാളെ മൈസേറ്റിന്റെ അടുത്ത് ചെല്ലുമ്പോ ബാക്കി 3 വർഷത്തിന്റെ കൂടെ ഒന്നുകൂടെ ഉറപ്പിച്ചോ. എന്റെ ഇട്ടി സാറെ വേണോന്ന് വിചാരിച്ചിട്ടല്ല, എന്റെ പെങ്ങടെ പഠിപ്പിന്റെ കാര്യം ആയതുകൊണ്ടാ. ശ്രീധരൻ മാഷ് പറഞ്ഞില്ല? 2 ദിവസം മുമ്പ് ശ്രീധരൻ മാഷ് വന്ന് പറഞ്ഞോണ്ട് കഴിഞ്ഞ 2 വർഷം പൊക്കത്തിരിക്കുന്നവന്റെ വാക്കകത്ത് പുളിച്ചത് കേട്ടതിന്റെ ഉളുപ്പ് മാറൂടാ. അതില്ല. ഇതേതടാ ഈ വെടിമരുന്നരച്ച അമ്മിക്കോഴ? അയ്യോ ഇട്ടി സാറേ, വലിയ പെരുങ്കൊല്ലന് ഉണ്ടാക്കിയ വാക്കത്തേക്ക് ഒന്നാ വെട്ടിയ അരി ഇടിക്കണ ഒലക്ക 2 തുണ്ട. ആ കൊമ്പ് കെട്ടി എന്റെ വായത്തിൽ അങ്ങോട്ട് കാണിച്ചു കൊടുക്ക് വാസുവേട്ടാ. ഇട്ടി സാറൊന്ന് ഞെട്ടട്ടെ. നിന്റെ കൊമ്പ് കെട്ടിയ മുതല് കണ്ടിട്ട് ഈ ഇട്ടി സാറൊന്നും ഞെട്ടട്ടേന്ന്. നീ നിന്റെ സാധനം എടുക്കടാ. കാട് വെട്ടാനും മനുഷ്യനെ വെട്ടാനും കുറെ വാക്കത്തികൾ പണിതു ഞാൻ. അവസാനം ഇവന്റെ തലയ്ക്ക് പേര് കൊത്തി വാസൊരു വാക്കത്തി പണിതു കൊല്ലാൻ. ഇവന്റെ ചങ്കിലെ സ്നേഹത്തിന്റെ മൂർച്ചയ്ക്ക് മുമ്പില് അടിച്ച് പദം വരുത്തി ഇരുമന്റെ വായത്തലയ്ക്ക് കാലണ വിലയില്ലേ സാർ. ഇവനെ ഞാൻ ഉരുക്കടിച്ച് ഒരു കൈക്കോട്ട് പണിയാ കിളയ്ക്കാൻ. ഇനി വാസു പണിത വാക്കത്തി ഈ ഭൂലോകം കാണില്ല. മതി നടക്കടാ. ഇവനാ ഉണ്ട നിന്നെ കൂട്ടിലേക്ക് പിടിച്ചിട്ടാ. മനസ്സിലായി, ഇപ്പൊ ശരിക്കും മനസ്സിലായി. മോനെ നിങ്ങോട്ട് തന്നെ. ഇതും കൊണ്ട് അകത്ത് പോയാലേ നീ ക്ഷീണിക്കും. അകത്തേക്ക് ചെല്ല് ചെല്ല് ചെല്ലടാ. എന്താ കരയല്ലേ? 3 വർഷം 3 നിമിഷം പോലെ ഉള്ളൂ.